ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു പുതിയ പ്ലേസ്. ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഫുൾ ക്ലീൻ ആക്കി ഇത് കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു സ്ഥലമാണ്, ബാൽക്കണിയാണ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ലൈറ്റിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഇരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 5:30 ആയപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുള്ള ഈ ഡെലിവറി പീരീഡിൽ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് അത് ഒത്തിരി സ്റ്റേജസ് ആണ്. അപ്പോൾ അത് പതുക്കെ ഫസ്റ്റ് തൊട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് വേറെ വീഡിയോസ് ആയിട്ട് എൻ്റെ ഡെലിവറി റൂം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ സിസേറിയനെ പറ്റി കൂടുതലായിട്ട് സിസേറിയൻ എക്സ്പീരിയൻസ്, പോസ്റ്റ് സിസേറിയൻ, അതെല്ലാം ഞാൻ കുറച്ച് വേറെ വീഡിയോസിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഡെലിവറി പേടി ഉള്ളൊരു കാര്യമല്ല. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ ഡെലിവറി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. പക്ഷേ ഡെലിവറി എന്ന് പറയുമ്പം കുറച്ച് പേടിയുള്ളൊരു കാര്യമായിരുന്നു പണ്ട് തൊട്ടേ. അതിപ്പോൾ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമായിരുന്നു പണ്ട് തൊട്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് പ്രഗ്നൻ്റ് ആവണം അല്ലെങ്കിൽ ബേബി വേണം എന്നുള്ളൊരു ഇത് നമുക്ക് ഇഷ്ടമാണ്, ഹാപ്പിയാണ്. പക്ഷേ ഈ ഒരു ഡെലിവറി എന്ന് പറയുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ഫേസാണ്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ, പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് ടൈമിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അതിന് ഇടയ്ക്കൂടെ നമുക്ക് ചിലപ്പോൾ ഇനി ചിലർക്കാണെങ്കിൽ ഈ യൂട്രസിൽ ചെറിയ ഒരു എന്തായാലും പറയുന്നത് ആ ഒരു പേരുണ്ടല്ലോ, തപ്പി ഞാൻ മറന്നു വെച്ചാൽ ആ ഒരു ചെറിയ സിസ്റ്റല്ല, ചെറിയൊരു പെട്ടെന്ന് എനിക്ക് ആ ഒരു പേര് മറന്നുപോയി. അപ്പം ഈ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് PCOD എന്ന് പറയുന്നൊരു സാധനം. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ ഒരു റെഗുലർ പീരിയഡ്സോ അല്ലെങ്കിൽ PCOD അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു എന്തുവാ ഇറഗുലർ ആയിട്ട് ഇടയ്ക്ക് വൺസ് ഓർ ട്വൈസ് വന്നപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ പ്രഗ്നൻ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് പോയപ്പോഴത്തേക്കും പ്രഗ്നൻറ്റും അല്ല, ബ്ലഡിനകത്ത് ഇടയ്ക്ക് എങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു ഇതുപോലെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അല്ലാതെ പോയതാവാം. അപ്പം അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ്, ഇനി PCOD ആണോ, അപ്പം അങ്ങനത്തെ എല്ലാം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 6 to 8 months കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു ടൈമിൽ നമുക്ക് പീരിയഡ്സ് മിസ്സായി. അപ്പം ആ ഒരു സമയത്ത് ഒരു മിസ്സായതിനു ശേഷം ഒരു 2 weeks കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ നോർമലായിട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്തിൻ്റെ പേര്, ആ ഒരു കാർഡിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പം നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അപ്പം അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ടാണ് വരുന്നത്. സ്കാനിലോ ബ്ലഡ് ടെസ്റ്റിലോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു ഇത് ഒന്നും കാണിക്കുന്നില്ല. അപ്പം നമുക്ക് വീണ്ടും എന്തുവാണെന്നുള്ളതിനെപ്പറ്റി അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പീരിയഡ്സും മിസ്സായി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു PCODയുടെ സ്റ്റാർട്ടിങ് പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറാണെങ്കിൽ, ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ നമുക്ക് 1 week മരുന്ന് തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് നോക്ക്, അപ്പം പീരിയഡ്സ് ആവും, അതിനുശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ അങ്ങനത്തെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നീട് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാണെങ്കിൽ അന്നേരം നമ്മൾ പ്രഗ്നൻ്റ് അല്ല. അപ്പം ഞാനാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചു. 1 week കഴിഞ്ഞിട്ട് പീരിയഡ്സ് വരും എന്ന് പറഞ്ഞത്. അപ്പോൾ 1 week കഴിഞ്ഞിട്ടും പീരിയഡ്സ് വന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ നമ്മൾ വീട്ടിൽ ഇടയ്ക്ക് ഈ ചെക്ക് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കാർഡ് വെച്ച് നൈറ്റിൽ ഞാൻ ചുമ്മാതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 ലൈൻ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഷോക്കായിപ്പോയി. കാരണം അല്ലെന്ന് പറഞ്ഞു നമ്മൾ പീരിയഡ്സ് വരാനുള്ള മരുന്നും കഴിച്ചു, എന്നിട്ടിത് കാണിക്കുന്നത് 2 ലൈൻ. അപ്പം നമുക്കൊരു ഹാപ്പിനെസ്സും ഉണ്ട്, പക്ഷേ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഈ മരുന്ന് തിന്നല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. അന്നേരം അപ്പം എനിക്കൊരു ഇനിയിപ്പം കാർഡ് കുറേ നാളായിട്ട് ഇവിടെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും. എനിക്കൊന്നും ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഹസ്ബൻഡ് ലിജോ എടുത്ത് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ നമ്മൾ അത് മാത്രമല്ല മോർണിംഗിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നൈറ്റിലാണ് ചെക്ക് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് പുതിയ കാർഡ് വെച്ച് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡിജോ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പുതിയ കാർഡ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും 2 ലൈൻ ലൈക്ക് പോസിറ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അന്നേരവും ഞങ്ങളത് ഫിക്സ് ഒന്നും ആക്കിയിട്ടില്ല, കാരണം ഇങ്ങനൊരു മെഡിസിനൊക്കെ കഴിച്ചതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി
ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് ഫസ്റ്റായിട്ട് അവർ കൺഫേം പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ ആ സമയത്ത്. അപ്പം നമുക്കിങ്ങനെ വീക്ക്ലി ഒരു ചെക്കിങ് കാണും ആദ്യത്തെ കുറച്ച് സമയത്ത് ലൈക്ക് ഇതിങ്ങനെ വീക്ക്ലി ആണോ ഒരു 2 വീക്സ് ഗ്യാപ്പിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നോക്കാനായിട്ട്, ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ പോയപ്പോഴത്തേക്കും ലൈക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തോ ഒരു യോക്ക് സാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനുണ്ട്. അപ്പോൾ അത് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ലൈക്ക് നമുക്ക് ടെൻഷനായി. കാരണം പിന്നെ അവർ പറയുന്ന സാധനം കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് പേടിക്കേണ്ട, ചിലർക്ക് അത് പിന്നീടാണ് കാണാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് വിചാരിച്ചു നമ്മളൊരു കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയ സമയത്താണ് അവിടെ നിൽക്കും. ആ സ്കാനിന് ആ ഒരു പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു വർക്കർ, അവിടെ ഉണ്ടായിരുന്ന ഒരു വർക്കർ, ഒരു ബുട്ടിക്കിലെ വർക്കർ, പുള്ളി വേറൊരു വലിയ ബുട്ടിക്കിൽ പോയപ്പം അവിടെ ഒരു ഫാഷൻ ഡിസൈനറിൻ്റെ കുറവുള്ളത് കൊണ്ട് എൻ്റെ നമ്പർ കൊടുത്ത് അങ്ങനെ അതിൻ്റെ ബുട്ടിക്കിൻ്റെ ഓണർ എന്നെ വിളിച്ചിങ്ങനെ. അപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞു വെച്ചാൽ അവർക്ക് എമർജൻസി ആയിട്ട് ട്രിവാൻഡ്രത്തെ ഒരു ബുട്ടിക്കിൽ ആളിനെ വേണം, ഡിസൈനറിനെ വേണം, അപ്പോൾ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പ്രഗ്നൻസിയുടെ കൺഫർമേഷനും ആയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോളും വന്നു. പക്ഷേ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്കാനിങ് കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ജോയിൻ ചെയ്യുമായിരുന്നു അവിടെ. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് 3 months നമ്മളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത്, അങ്ങനെ ഒരു സ്കാനിന് മുന്നെയാണ് എനിക്കിങ്ങനെ ഒരു ഓഫറും കൂടെ വരുന്നത്, സ്കാൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനത്തെ ഈ ഒരു മരുന്ന് കഴിച്ചതിൻ്റെയും യോക്സാക്കിൻ്റെയും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ വന്നപ്പം അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു മാജിക് പ്രഗ്നൻസിയുടെ കൂട്ടാണ് ഞാൻ അതിനെ കണ്ടത്. കാരണം ഇത്രയൊക്കെ ഇഷ്യൂസ് വന്നതിന് ശേഷവും പ്രഗ്നൻ്റ് ആണ് കൺഫർമേഷനൊക്കെ പറഞ്ഞപ്പം ഈവൻ ഐ വാസ് വെരി ഹാപ്പി. അപ്പം അതിനുശേഷം ഇങ്ങനെ ജോബിന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ 3rd month നമുക്കൊരു സ്കാൻ ഉണ്ട്. അതെല്ലാം നോർമലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡയബറ്റിക്സ് എന്തെങ്കിലും ഉണ്ടോ, ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊരു സ്കാനുണ്ട്. അപ്പം ആ സ്കാൻ ആക്ച്വലി ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ ഫുൾ ബോഡി കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഈ ജേർണിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്റ്റ്ലി നമുക്ക് ഡയറ്റീഷ്യൻ ഉണ്ടാവും. അപ്പോൾ ഡയറ്റീഷ്യൻ ഒരു നോർമൽ ഒരാൾക്ക് തരുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം പറയും. ലൈക്ക് നമുക്ക് 1 or 2 or 3 ഫ്രൂട്ട്സ് കഴിക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം കഴിക്കാം, നോർമൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കാം. സംസാരിച്ച് ഇടയ്ക്കൂടെ മഴയും വന്ന് അതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് വരും, സോറി. പിന്നെ വീഡിയോസ് എല്ലാം എടുത്തെടുത്ത് കുറേ വീഡിയോസ് ഇങ്ങനെ ഇരിക്കുകയാണ്, 1000 വീഡിയോസ്. അതെല്ലാം ഇനി വെള്ളത്തിൽ ഡിലീറ്റ് ചെയ്യണം, കുറേ സേവ് ചെയ്യണം. അപ്പം അതിൻ്റെ സ്പേസ് ഇല്ലെന്ന് ഇടയ്ക്കൂടെ കാണിച്ചപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ, ഡയബറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്കാനിങ്, എസ്പെഷ്യലി എനിക്ക് തോന്നി 3rd month സ്കാനൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർ കുറേ ഡീറ്റെയിൽസ് നമ്മുടെ ഫയലിനകത്ത് തന്നെ എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കൊച്ചിലത്തെ നമുക്ക് എന്തെങ്കിലും നോർമലി നമ്മൾ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ, ഗ്രാൻഡ് പേരൻസിൻ്റെ, അപ്പം അങ്ങനെയെല്ലാം എന്തെങ്കിലും അസുഖം എക്സ്ട്രാ ആയിട്ട് ഉണ്ടോയെന്നോ അങ്ങനെയെല്ലാം നോക്കാനായിട്ട് അവർ ഡീറ്റെയിൽസ് എല്ലാം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു വാക്സിൻസ് കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് നോർമലാണ്. അപ്പോൾ ഈ ഒരു 3rd month അവർ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഡയബറ്റിക്സും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചു. കാരണം ആ ഒരു സമയത്ത് ഫസ്റ്റ് ഡയറ്റീഷ്യൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തായിരുന്നു, ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. പക്ഷേ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നമ്മൾ നേരത്തെ അത് കൺട്രോൾ ചെയ്ത് പോകണമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ഫുഡെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം, നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ എൻ്റെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിക്സിൻ്റെ ജേർണി എനിക്കൊന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് തന്നെ കുറേ പറയാനുണ്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്ന ഡയറ്റ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇപ്പം നമ്മൾ 3 meals കഴിക്കുന്നത് 3 or 4 times നമ്മൾ കഴിക്കുന്നത് 8 times ആയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ കുറേ റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3rd month കഴിയാറായപ്പോൾ തന്നെ ഡിജോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൂടെ ഒക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മുടെ പാർട്ട്ണർ പോകുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്കൊരു സങ്കടം വരുമല്ലോ. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ വേണം, ഒബ്വിയസ്ലി അങ്ങനെ കാണും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു ഇങ്ങനൊരു ജോബ് ഓഫർ വന്നത്.
അപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാവം ഡിജോ ആണെങ്കിൽ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പക്ഷേ ഡിജോ പോകുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒബ്വിയസ്ലി നമുക്കൊരു സങ്കടം കാണും. ഈ ഒരു പീരീഡിൽ എപ്പോഴും നമ്മൾ ഹസ്ബൻഡ് അടുത്ത് വേണം. കാരണം നമുക്ക് ഓപ്പണായിട്ട് കാര്യങ്ങളെല്ലാം പറയാനും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ കൂടിയിരിക്കാനും കേൾക്കാനും എപ്പോഴും നമുക്കൊരാൾ ഫ്രീ ആയിട്ട് സംസാരിക്കാനും എല്ലാം വേണം. അപ്പം അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നല്ലതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ വന്ന് പോകുന്നതെന്നും കൂടെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും കുറച്ച് ടെൻഷനും ഇമോഷണലി കുറച്ച് ഡൗൺ ആകുന്ന ഒരു പീരീഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് കുഴപ്പമില്ലായിരുന്നു പോകുന്നതിന്. പക്ഷേ ഇമോഷണലി അങ്ങനത്തെ ഒരു സങ്കടം വന്നു ആ ഒരു പീരീഡിൽ. അപ്പോൾ അങ്ങനെ പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡിജോ പോയി. അപ്പോൾ ഒരു 3rd to 4th മന്ത് ആയപ്പോഴത്തേക്കും പോയി. അപ്പോൾ ഒരു 4th മന്തൊക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ നേരം നമുക്ക് നിൽക്കാനും നടക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഈ ഒരു പീരീഡ് നമുക്ക് ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി. എനിക്കങ്ങനെ ഒത്തിരി വൊമിറ്റിംഗ് ആയിട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചില ഫുഡിൻ്റെ സ്മെല്ല് അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇടയ്ക്ക് ഒരു 2-3 ടൈംസ് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം പക്ഷെ നമുക്ക് എപ്പോഴും ഒന്ന് കിടക്കണം, അങ്ങനത്തെ റെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡായിരിക്കും. നമ്മുടെ ബോഡിക്കും കുറച്ച് റെസ്റ്റ് വേണം. പക്ഷേ ഇങ്ങനെ ഞാൻ ജോലിക്ക് കയറിയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെ കയറിയത്. അപ്പം കുറച്ച് നേരം നമുക്ക് നിൽക്കേണ്ടതും വന്നു. അങ്ങനെ കാലൊക്കെ ഇടയ്ക്കൂടെ കുറച്ച് സ്വെല്ലിങ് വന്നു, 2 കാലും സ്വെല്ലിങ് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഫുഡ് കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് കഴിക്കണം. ഈ പറയുന്നതിൻ്റെ കൂട്ട് 8 ടൈംസ് ഒക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കഴിക്കാനും ബുദ്ധിമുട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കുനിഞ്ഞ് മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ പാൻസിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് കുനിയാനും വയറൊക്കെ കൊണ്ടിട്ട് അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ 4th മന്ത് ഞാനങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ 5th മന്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ 5th മന്തിൻ്റെ സ്കാൻ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്കാനാണ്. എന്തായാലും 5th മന്തിൻ്റെ പക്ഷേ അങ്ങനെ സ്കാനിലെല്ലാം ഓക്കെയാണ്. അത് ആക്ച്വലി കുറച്ച് ടൈം എടുത്ത് നമ്മുടെ അടുത്ത് ഒത്തിരി നടക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ സ്കാനിങ് അവർ ചെയ്യും. അതിനകത്ത് ബേബിയുടെ ഫീറ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്യുന്ന ഒരു സ്കാനാണത്. അതുപോലെ തന്നെ എന്താ ഇപ്പം ഞാൻ വീട്ടിലോട്ട് വരുന്നത് എനിക്ക് കുറച്ച് കംഫർട്ടായിരുന്നു. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിജോയും ഇല്ല. അതുപോലെ തന്നെ മമ്മിയാണെങ്കിൽ ജോലിക്ക് പോകും, മമ്മിക്ക് വർക്ക് ഉണ്ട്, പിന്നെ പപ്പയാണുള്ളത്. അപ്പം ഞാനിപ്പം മേലാണെങ്കിലും മേലത്തെ നിലയിലാണ്. അപ്പം എനിക്കെപ്പോഴും താഴോട്ടും കയറി ഇറങ്ങാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വീട്ടിലാകുമ്പം ഇവിടെ പപ്പ മമ്മി ബ്രദറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും എൻ്റെ കൂടെ ഇരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇവിടെ വീട്ടിലാകുമ്പോൾ നമുക്ക് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ 5th മന്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ ഹസ്ബൻഡും കൂടെ പുറത്തായതുകൊണ്ട് അങ്ങനെ 5th മന്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു ടൈമിലും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ 5th മന്തിലെന്ന് പറയുന്നത് 5th മന്തിൽ അവർ ആ സ്കാനിങ് എല്ലാം ചെയ്തെല്ലാം ഓക്കെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡയബറ്റിക്സ് ഞാനപ്പം വീണ്ടും ട്രിവാൻഡ്രത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ അവിടെ അവർ ഫസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്തിട്ടേ നമ്മൾ അഡ്മിറ്റില്ല അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനൊരു ഡയബറ്റിക്സ് കൂടുതലായിട്ട് അതൊരു ബോർഡർ ലൈനായിട്ട് കാണിച്ചത്. എന്നാൽ പോലും അത് എനിക്കൊന്നും അവർ റാൻഡമായിട്ടാണ് ചെക്ക് ചെയ്തത്. അതെ. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസുലിൻ്റെ കേട്ടപ്പോഴേ എനിക്ക് ഇതും പേടിയായി. ഇൻസുലിൻ അയ്യോ. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനായിരുന്നു. അപ്പം ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു എന്നാൽ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആയിട്ട് ജസ്റ്റ് നോക്കാം, ഡോക്ടറിനൊന്ന് നോക്കണം. അതായത് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ വാല്യൂസ് വരുന്നത്, ഷുഗറിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും നോർമലായിരുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ നോർമലി ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു സമാധാനം, ഇൻസുലിൻ എടുക്കണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു ആ സമയത്ത്. കാരണം ഇൻസുലിൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ കേൾക്കുമ്പോഴേ പണ്ടോട്ടേ പേടിച്ചിട്ട് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ എന്നാലും ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ചിലർക്ക് ഇങ്ങനെയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഡെലിവറി ടൈമിൽ ഒരു 70 to 80% ആൾക്കാർക്ക് ഈ ജസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞതിലോട്ട് കൺട്രോൾ ചെയ്യാതെ തരുന്ന മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ പറഞ്ഞാൽ അതെല്ലാം നമുക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ, ഫുഡും കാര്യങ്ങളും എല്ലാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അപ്പം അങ്ങനെ പെട്ടെന്ന് 1 day അഡ്മിറ്റായി. എന്തായാലും ആ ഒരു ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നോർമലായിട്ട് ടാബ്ലറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6th മന്ത് വന്നപ്പോഴത്തേക്കും 6th മന്തിൽ എനിക്കൊരു പനി വന്ന് ഭയങ്കര കഫക്കെട്ടും കാര്യങ്ങളും എല്ലാം വന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് എക്സ്ട്രാ മരുന്നൊക്കെ കഴിക്കാൻ ഭാവിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മരുന്ന് കഴിച്ച് നോർമൽ ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5 to 7 weeks, ഓൾമോസ്റ്റ് ഒരു 1 week എന്ന് പറയാം. 1 week ഞാൻ അഡ്മിറ്റ് ആയിരുന്നു വീണ്ടും ഹോസ്പിറ്റലിൽ. അങ്ങനെ അതെല്ലാം നോർമലി എല്ലാം ക്ലിയർ ചെയ്ത് പനിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഒരു 7 months സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാസിൻ്റെ ട്രബിൾ. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും മരുന്നുകൾ കഴിക്കണം, ഒത്തിരി മരുന്നുണ്ടായിരുന്നു, അതെല്ലാം കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർട്ടായിട്ടേ ഫുഡും കഴിക്കാൻ പറ്റുള്ളൂ, കാരണം ഈ ഒരു ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനി ഫുഡും കുറച്ച് കഴിച്ചിട്ട് ഇത്രയും മരുന്ന് കഴിച്ചതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു ഗ്യാസ്ട്രിക് ആ ഒരു പ്രോബ്ലം വന്ന്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും
ആ ഒരു അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 1 വീക്കിന് ശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യും. ഒരു 2-3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന വോമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചിലപ്പം നമ്മളിനിയും ഫുഡ് ഇടയ്ക്കൂടെ നമുക്ക് ഇത്രയും പ്രഷറും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ആ ഒരു ടൈമിൽ തലേന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആ ഫുഡിൻ്റെ കുഴപ്പമാണോ? പക്ഷേ അങ്ങനെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടും എല്ലാം എന്ത് കഴിക്കുന്നു നമ്മൾ നോർമൽ എന്തുവാ ലൂസ് മോഷനോ വോമിറ്റിങ്ങോ ഒന്നുമല്ല. എനിക്കിങ്ങനെ വോമിറ്റിംഗ് അങ്ങനെ വരാറേ ഇല്ല. അപ്പം ഈ ഒരു ഗ്യാസ് എനിക്കിങ്ങനെ അറിയാൻ പറ്റും വയറിനകത്തോണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വരും. അത് മാത്രമല്ല വയറിനകത്ത് ഭയങ്കര വേദന. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാസ്ട്രിക് ഒരു ആൻസൈറ്റി പോലെയായിരുന്നു. അതായത് എന്താ ഒരു വെപ്രാളം പോലെയായിരുന്നു ഈ ഗ്യാസ് വരുമ്പോഴത്തേക്കും. അപ്പം മമ്മി വന്നിട്ട് എനിക്ക് ബാക്കെല്ലാം തിരിഞ്ഞു തരും, കാല് എല്ലാം തിരിഞ്ഞു തരും. അപ്പം അങ്ങനെ എന്തുവാ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടും ഉണ്ട്, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു പ്രോബ്ലം നിൽക്കുന്നില്ല. അങ്ങനെ ഒരു 2 ഡേയ്സ് എനിക്ക് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഫോണിൽ കൂടെ പറ്റത്തില്ല, നിങ്ങൾ വന്ന് നമ്മൾ കണ്ടാലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീണ്ടും 3rd ടൈം ഞാൻ വീണ്ടും അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റായി ആ സമയത്ത് എനിക്ക് റഷ് കാരണം റൂം കിട്ടാഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഡെലിവറി റൂമിലോട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതായത് അവിടെ കിട്ടാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ കാരണം എനിക്ക് റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് റൂം കിട്ടത്തുള്ളൂ. കുറച്ച് ഇപ്പം നമ്മൾ രാവിലെ പോയാലും ഒരു 6-7 ഒക്കെ ആകുമ്പോഴേ ഈവനിങ് ഒക്കെ ആകുമ്പോഴേ ഒരാൾ ഇറങ്ങിയാലേ നമുക്ക് അടുത്ത റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് എനിക്ക് ഡെലിവറി റൂം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ എക്സ്പീരിയൻസ് അല്ല. അത് എനിക്കൊന്നൊരു വേറെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണം. എനിക്കിത് ലോങ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പോയി അവിടെ എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ വീണ്ടും മെഡിസിനും എല്ലാം തന്ന് നോർമലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ വന്നത്. അപ്പം കുറച്ച് നോർമലായി, കുറച്ച് ഓക്കെ ആയി, മരുന്നെല്ലാം കഴിച്ചില്ല ഓക്കെ ആയി. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യത്തെ ആ ഒരു സമയത്ത് കുറച്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സസൈസ് ചെയ്യാൻ പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ അവർ പറയും, ഡോക്ടർ പറയും. പക്ഷേ നമുക്ക് എനിക്ക് പേഴ്സണലി ഒരു പേടിയായിരുന്നു വയർക്ക് വെച്ചിട്ട്. നമ്മൾ നടക്കുന്ന പോലും അത്രയും സ്ട്രെയിനൊന്നും ചെയ്യാതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുവാ ഇടയ്ക്കൂടെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് പോകേണ്ടി വരും. വീക്ക്ലി അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോന്നൊന്നര ആഴ്ചയൊക്കെ ആവും. ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇടയ്ക്ക് ഭാവിയുടെ പൊസിഷൻ ഹെഡ് ഡൗൺ വരും. പിന്നെ അടുത്ത വട്ടം നോക്കുമ്പോൾ ഹെഡ് അപ്പ് വരും. അപ്പം മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ്. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് ഒരേ പൊസിഷനിൽ അല്ല നിൽക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഹെഡ് ഡൗൺ അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സിസേറിയൻ ആയിരിക്കും എന്ന് നമുക്കറിയാം. അതല്ലാതെ ഫസ്റ്റ് എനിക്കൊന്ന് ആ ഒരു 3rd to 5th month സ്കാനിൽ തന്നെ അവർ പറഞ്ഞത് എൻ്റെ പ്ലാസൻ്റ ലോവറായിരുന്നു. അപ്പം പ്ലാസൻ്റ ലോവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് യൂട്രസിൻ്റെ ബാക്കിലായിട്ട് എന്തോ ആണ് പ്ലാസൻ്റ നോർമലി വരുന്നത്. പക്ഷേ ചിലർക്ക് അത് ഇപ്പം 50% ആയിട്ടാണ് കണ്ടുവരുന്നത്. എനിക്ക് പ്ലാസൻ്റ യൂട്രസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ പ്ലാസൻ്റ ലോവറായിരുന്നു. അപ്പോൾ ലോവർ എന്ന് പറഞ്ഞാൽ ബേബിക്ക് ഹെഡ് ഡൗൺ പൊസിഷനിൽ താഴോട്ട് വരാൻ ഒരു നോർമൽ ഡെലിവറിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ സിസേറിയൻ ആവാനാണ് ചാൻസ്. അപ്പം എനിക്ക് പേഴ്സണലി ഈ ഒരു ഡെലിവറിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഫിയർ ആൻഡ് ആൻസൈറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് പിന്നെ ഞാൻ ഒത്തിരി ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്, അപ്പം ഒത്തിരി നമ്മുടെ മൈൻഡിലിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സിൻസി ഇപ്പം നീ ആലോചിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അതെടുത്ത് മാറ്റിക്കളയും. അതായത് ഞാൻ വേറെ എന്തിനേലുമൊക്കെ എന്തിൻ്റെ ആദ്യം ഞാൻ എൻഗേജ്ഡ് ആയിട്ടൊന്നും ഫിലിം കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കാൻ പോകാറില്ല. പക്ഷേ നമ്മുടെ എൻഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു 8.5-9 months ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ ഒരു തോട്ട്സും കാര്യങ്ങളെല്ലാം വരും. അപ്പം ആ ഒരു എനിക്ക് ഭയങ്കര ഒരു അത്യാവശ്യം ഫിയർ ആയിരുന്നു. എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ ഉണ്ട് കാണും, പക്ഷേ അത് ചിലപ്പം പുറത്ത് കാണിക്കാറില്ല. ചില ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്കും ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അതായത് അതൊരു പ്രോബ്ലം അല്ല, അത് എല്ലാവരും അണ്ടർഗോ ചെയ്യുന്നത്. പക്ഷേ ചിലർക്കത് കുറച്ച് കൂടുതലായിട്ട് കാണും. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം എനിക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഫിയർ ഉണ്ട്. പിന്നെ നമുക്ക് നോർമലാണോ സിസേറിയനാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അവർ സിസേറിയൻ ആണെങ്കിൽ പോലും നോർമൽ നമ്മൾ ട്രൈ ചെയ്തിട്ടേ സിസേറിയൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നോർമലിനെ നമ്മൾ ഡെലിവറി റൂമിൽ പോയി ആ ഡേറ്റ് വന്നു. ആക്ച്വലി എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് 20 എന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങോട്ട് എനിക്ക് 23 തരാമോ എന്നങ്ങോട്ട് ചോദിച്ചു. നമുക്ക് സിസേറിയനൊക്കെയാണ് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു 15-20 ഡേയ്സിന് മുന്നെയാണ് ഡയബറ്റിസ് ഒക്കെ ഉള്ളവർക്ക് നേരത്തെ പറയും. അപ്പം അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് തരാമോ ഡോക്ടർ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു കൊള്ളാമല്ലോ, ഫാൻസി നമ്പറൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു, തമാശയൊക്കെ പറഞ്ഞു. അപ്പം 23/12/23 ആണ് ഞാൻ ചൂസ് ചെയ്ത ഡേറ്റ്. അപ്പം നമുക്ക് അവിടെ അവർ ഫുൾ ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഡെലിവറി റൂം 23 എന്നുള്ളത് 23 വെളുപ്പിനെ അവർ വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഡെലിവറി റൂമിലോട്ട് കൊണ്ടുപോകും. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ പ്രോസസ്സും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഒബ്വിയസ്ലി ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ആംനിയോട്ടിക് ഫ്ലൂയിഡ് കട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. ആ സമയത്ത് ഞാനാണെങ്കിൽ ഫുള്ളി ലൈക്ക് എനിക്ക് വേദന വന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നോൺ സ്റ്റോപ്പായിട്ട് കരഞ്ഞുകൊണ്ടേ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കരച്ചിൽ നിർത്തിയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിൽ സിസേറിയൻ ചെയ്യണമെന്നൊക്കെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുമോ, എനിക്ക് സിസേറിയൻ വേണമെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കൂടുതലും പേടി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡോക്ടർ പറഞ്ഞാലേ ഉള്ളൂ സിസേറിയൻ മതി എന്നുള്ളൊരു സംഭവം. അപ്പം എല്ലാം കൂടെ ഒന്നൊരു ഓവർ തിങ്ക് ചെയ്തുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെത്. അപ്പം എന്തായാലും അവർ നോക്കി നമുക്ക് ട്രിപ്പൊക്കെ ഇട്ട് പെയിൻ വരാനായിട്ട് 2 ട്രിപ്പും കാര്യങ്ങളും ഇട്ടിട്ടും എനിക്ക് പെയിൻ വന്നില്ല. എന്തായാലും ഭാഗ്യത്തിന് എനിക്ക് പെയിൻ വന്നില്ല. എന്താണെന്നറിയില്ല. അപ്പം അവിടെ ഡെലിവറി റൂമിൽ ഉണ്ടായിരുന്നൊരു ഡോക്ടർ ചോദിച്ചു, സിൻസി എന്തെങ്കിലും റൂട്ട് കനാലും പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, ഒരു പല്ലിൻ്റെ റൂട്ട് കനാൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അതൊക്കെ റീസൺ ആണോ ചിലപ്പായിരിക്കും, എന്നതായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് പെയിൻ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ യൂട്രസ് അങ്ങനെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആയി വരുന്നതേ ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് നല്ല പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഈ ഒരു പ്രൊസീജിയർ എനിക്ക് പെയിൻഫുൾ ആയതുകൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞ് ടെൻഷനായി അയ്യോ എന്താവും എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രഷറും ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് അപ്പോൾ എനിക്ക് ചുറ്റും ഡെലിവറി റൂമിലെ ഡോക്ടേഴ്സും നഴ്സസും എല്ലാം ഇരിക്കും എൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, എൻ്റെ മെയിൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഉള്ള ഡോക്ടറിനെ മെയിൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇത് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഞാനിങ്ങനെ ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി കരഞ്ഞു ഡോക്ടറെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ സിസേറിയൻ ചെയ്യട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണോ പറയേണ്ടത് സിസേറിയൻ ചെയ്യേണ്ടത്. അപ്പോൾ അതും എനിക്കറിയത്തില്ല. നമ്മളോട് അവർ നമ്മുടെ പ്രിഫറൻസ് ചോദിക്കുകയാണ് സിസേറിയൻ ചെയ്യട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനത് സിസേറിയൻ വേണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ വേണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? കാരണം എപ്പോഴും എല്ലാവരും നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം എൻ്റെ മൈൻഡിലുണ്ട് എനിക്ക് സിസേറിയൻ ആയിരിക്കും എനിക്കും കുറച്ചും കൂടെ പറ്റുന്നത്. പക്ഷേ അത് ഡോക്ടറായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഡോക്ടർ തീരുമാനിക്കും. അപ്പോൾ ഡോക്ടർ നോക്കി ഞാൻ ഒന്നുകൂടെ നോക്കാം. ഒരു ബോട്ടിൽ ഇട്ടിട്ട് എനിക്ക് പെയിൻ വന്നില്ല, സെക്കൻഡ് ബോട്ടിൽ ഇട്ടിട്ട് അന്നേരവും വന്നില്ല. അപ്പോഴാണ് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ടെൻഷൻ കൂടി ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. പിന്നെ BP എന്തൊക്കെയോ ഹാർട്ട് ബീറ്റോ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റോ ഒക്കെ കൂടാൻ തുടങ്ങി, ഹാർട്ട് ബീറ്റ് ആക്ടിവിറ്റി ഒക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറെ വെച്ച് വന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് സിസേറിയനിലോട്ടാക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ അറിയില്ല, എനിക്ക് പെട്ടെന്നൊരു ആശ്വാസം വന്നു. നേരത്തെ ആക്കിയാൽ മതിയായിരുന്നു സിസേറിയൻ എന്നുള്ളൊരിത്. അതൊരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു, അതൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് നോർമൽ ഡെലിവറിക്ക് നമുക്ക് ആ ഒരു സമയത്താണ് ഭയങ്കര പെയിൻ. പക്ഷേ സിസേറിയൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സിസേറിയൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് എല്ലാ പെയിനും വരുന്നത്. അതെന്ന് പറയുന്നൊരു വലിയൊരു ജേണി. അതിനെപ്പറ്റി എനിക്കൊന്ന് വീണ്ടും വേറൊരു വീഡിയോ ചെയ്തു തരും. അപ്പോൾ ഈ ഒരു സിസേറിയൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് അനസ്തേഷ്യൊക്കെ എടുത്തതിന് ശേഷം നമുക്കെല്ലാം സൗണ്ടെല്ലാം കേൾക്കാം. നമ്മളടുത്ത ഞാൻ വിചാരിച്ച് ഈ സിസേറിയനിലും എനിക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവരും പണ്ടത്തെ ആൾക്കാരെല്ലാം പറയും കുനിച്ച് നിർത്തിയിട്ട് ഇഞ്ചക്ഷൻ നടുവിനെടുക്കും. ഈ ഒരു ഇത് പണ്ട് തൊട്ടേ ഞാൻ കേട്ടിട്ട് അതിൻ്റെ ഒരു പേര് എനിക്ക് നേരെ ഉണ്ടായിരുന്നു. അയ്യോ എങ്ങനെയാണ് ഈ അനസ്തേഷ്യ എടുക്കുന്നത്. പക്ഷെ അത് ഞാൻ പറയാം, അത് അതിനകത്ത് പേടിക്കുന്ന കാര്യമൊന്നുമില്ല. അത് ഞാൻ എടുത്തത് പോലും അറിഞ്ഞില്ലെന്നാണ് പറയാം എടുത്തത്. കാരണം നമ്മൾ കുഞ്ഞിന് നിൽക്കൊന്നുമല്ല, നമ്മൾ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കും. അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടാണ് ഇത് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അനസ്തേഷ്യ എടുക്കുന്നത്. അതൊന്നും ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല. ആ സമയത്ത് നമ്മളൊന്നും അറിയത്തില്ല, നമ്മുടെ വേസ്റ്റിന് താഴോട്ട് നമ്മളൊന്നും അറിയത്തില്ല. അപ്പം എനിക്കേറ്റവും മെമ്മറബിളായിട്ട് തോന്നിയ ആ ഒരു മൊമെൻറ്റ് ഡെഫിനറ്റ്ലി കുറേ ടൈം കഴിഞ്ഞ് നമുക്കിങ്ങനെ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടെല്ലാം നമുക്ക് കേൾക്കാം. അതിനുശേഷം പെട്ടെന്ന് ഒരു കരച്ചിൽ. അപ്പം ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ എനിക്കിങ്ങനെ ഹാർട്ടിലിങ്ങനെ ഒരു ഹാപ്പിനെസ്. പിന്നെ ഉടനെ തന്നെ അവർ നമ്മളിങ്ങനെ അടുത്ത കരച്ചിലിങ്ങനെ നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ട് ഉള്ളത്.